ഹായ് മക്കളെ, ഈ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. ഇത് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലെ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഈ ചോദ്യം വന്നിട്ടുള്ളത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. A1, A2, A3 എക്സെട്ര AN എന്ന് പറയുന്നത് ഒരു AP ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ പ്രത്യേകത എന്താ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അതിന്റെ കോമൺ ഡിഫറൻസ് ആണ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A2 മൈനസ് A1 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ആ കോമൺ ഡിഫറൻസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് A2 മൈനസ് A1, ദാറ്റ് ഈസ് ഈക്വൽ ടു -3/4. ഓക്കെ, അത് മാത്രമല്ല, ആ തന്നിരിക്കുന്നതിന്റെ nth ടേം AN എന്ന് പറയുന്നത് A1/4 ആണെന്നും നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, n ടേംസുകളുടെ സമ്മ് തന്നിരിക്കുന്നു. n ടേംസിന്റെ സമ്മ് 525/2 ആണ്. എങ്കിൽ ഫസ്റ്റ് 17 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ തന്നിരിക്കുന്നതിൽ 17 ടേംസിന്റെ സം എടുക്കാം നമുക്കല്ലേ. 17 ടേംസിന്റെ സം എടുക്കാം. nth ടേം നമുക്ക് തന്നിരിക്കുന്നത് A1/4 അല്ലേടാ. 17 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. nth ടേം നമുക്ക് തന്നിട്ടുണ്ട് A1/4. അപ്പൊ nth ടേം കാണാനുള്ള ഫോർമുല എന്താ? ഇവിടെ നോക്കൂ, AN ഈക്വൽ ടു A1 പ്ലസ് n-1 ഇൻറ്റു D എന്നാണ്. അപ്പൊ AN എന്ന് പറയുന്നത് A1/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു A1 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് -3/4 ആണ് അല്ലെ. ഒരു 4 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന വില A1 ഈക്വൽ ടു 4A1 മൈനസ് 3 ഇൻറ്റു n-1 ആണ്. അപ്പൊ ഇവിടെ -3A1 ഈക്വൽ ടു -3 ഇൻറ്റു n-1, -3 പോയാൽ A1ന്റെ വില n-1 എന്ന് കിട്ടും. A1ന്റെ വില n-1 എന്ന് കിട്ടും. ഓക്കെ, A1ന് നമുക്ക് n-1 എന്നൊരു വാല്യൂ ഉണ്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ I ഇസ് ഈക്വൽ ടു 1 to n AI ആണ്. എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 പ്ലസ് അങ്ങനെ എക്സെട്ര പ്ലസ് AN, ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് 525/2 എന്നാണ്. നമുക്ക് സം ടു n ടേംസ് ഓഫ് AP ഫൈൻഡ് ഔട്ട് ചെയ്യാൻ രണ്ട് റിസൾട്ട് ഉണ്ട്. ഒരു റിസൾട്ട് എന്ന് പറയുന്നത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ് AN. ദാറ്റ് ഈസ് ഈക്വൽ ടു 525/2 ആണ്. ഈ രണ്ട് ടൂകൾ അങ്ങ് ക്യാൻസൽ ആയി പോക്കോട്ടെ. അപ്പുറം ഇപ്പുറമുള്ള രണ്ട് ടൂകൾ അങ്ങ് ക്യാൻസൽ ആയി പോക്കോട്ടെ. നമുക്കിവിടെ എടുക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ, n ഇൻറ്റു A1ന്റെ സ്ഥാനത്ത് A1 തന്നെ പ്ലസ് ANന്റെ സ്ഥാനത്ത് A1/4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 525 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4A1 പ്ലസ് A1 5A1 5A1/4 ഈസ് ഈക്വൽ ടു n ഇൻറ്റു 5A1/4 ഈക്വൽ ടു 525 ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 5ഉം 525 കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ കിട്ടുന്ന വില 105 ആണ്. 105. അപ്പൊ NA1 നമുക്കിവിടെ എടുക്കാം. NA1 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 105 എന്ന് കിട്ടി. ഈ A1ന്റെ വില n-1 അല്ലേ. അപ്പൊ n ഇൻറ്റു n-1 എന്ന് പറയുന്നത് 0, റിമൈൻഡർ 2, 420 ആണ്. മക്കളെ, ഈ 420 ഒരു നമ്പറും അതിനേക്കാൾ ഒന്ന് കുറഞ്ഞൊരു നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 420 കിട്ടുന്നു. അപ്പൊ നമുക്ക് അറിയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 21 ഇൻറ്റു 20 ആണ് 42. 21 ഇൻറ്റു 2 ആണ് 42. അപ്പോൾ 420 കിട്ടണമെങ്കിൽ 21ഉം 20യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 21 ഇൻറ്റു 20 മൾട്ടിപ്ലൈ ചെയ്താലാണ് 420 കിട്ടുക. അപ്പൊ എന്നിന്റെ വില നമുക്ക് 21 എന്ന് കിട്ടി. എന്നിന്റെ വില 21 കിട്ടിയെങ്കിൽ A1 എന്ന് പറയുന്നത് 20യും കിട്ടി. ഓക്കെ, റെഡിയാണോ? എന്നിന്റെ വില 21 കിട്ടിയെങ്കിൽ A1 എന്ന് പറയുന്നത് 20യും കിട്ടി. എന്നിന്റെ വില 21 ആണെങ്കിൽ A1 എന്ന് പറയുന്നത് 20 ആണ്. ഇനി നമുക്ക്
ദാ ഈ വാല്യൂയിലേക്ക് എത്താം. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട റിസൾട്ടിലേക്ക് എത്താം. സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 17. എ ഐ എന്ന് പറഞ്ഞാൽ A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് A17 ആണ്. ഈ 17th ടേം നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അതിന്റെ സം കണ്ടുപിടിക്കാൻ n/2 ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് 17 അല്ലേ, 17/2 ഇൻറ്റു 2A1 പ്ലസ് n-1. അപ്പൊ 16 ഇൻറ്റു ഡി എന്ന് പറയുന്നത് -3/4. So that equal to 17/2 ഇൻറ്റു A1 എന്ന് പറയുന്നത് 20 ആണ്. A1ന്റെ വില 20 ആണ്. അപ്പൊ 2 ഇൻറ്റു 20 മൈനസ് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 ആണ് വരിക, 12 കിട്ടും. സോ ദാറ്റ് ഈക്വൽ ടു 17/2 ഇൻറ്റു 40 മൈനസ് 12, 28. ഇത് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 14 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ഇൻറ്റു 14. 28 ഓക്കെ. സോ ദ ലാസ്റ്റ് 8 ആയതുകൊണ്ട് തന്നെ 238 ആയിരിക്കും വരിക. 7 4 11 238 ആണ് ആൻസർ. 238. ഓക്കെ.